നമസ്കാരം, വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. ശ്രീമതി ടീച്ചർക്ക് ആരും വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. നിർവഹിക്കാനുള്ളത് വലിയ കടമകളെന്ന് കെ ശൈലജ MLA. തനിക്കെതിരെയുള്ള വാർത്ത മെനഞ്ഞെടുത്തതെന്ന് പ്രതികരണവുമായി PK ശ്രീമതി. തന്നോട് ആരും ഇക്കാര്യം പറഞ്ഞിട്ടില്ലെന്നും ശ്രീമതി. പോലീസിൽ ജാതിബോധം ഇപ്പോഴും നിലനിൽക്കുന്നു, തുടച്ചു മാറ്റേണ്ടതുണ്ടെന്ന് കെ ശൈലജ. അടിമുടി തട്ടിപ്പ്, ലോട്ടറി ക്ഷേമനിധി ബോർഡ് പിരിച്ചുവിടണമെന്ന് ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ INTUC. പായത്തെ യുവതിയുടെ ആത്മഹത്യ, ഭർത്താവ് കസ്റ്റഡിയിൽ, സ്ത്രീധനത്തിന്റെ പേരിലും നിരന്തര പീഡനം. കൈതപ്പുറത്തെ ഓട്ടോ ഡ്രൈവറുടെ കൊലപാതകം, ഭാര്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അറസ്റ്റ് ഗൂഢാലോചന കുറ്റം ചുമത്തി. മേലെ ചൊവ്വയിറക്കത്തിൽ ചരക്ക് ലോറി മറിഞ്ഞു, ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കണ്ണൂർ ജില്ലയിൽ അനധികൃത പാക് പൗരന്മാരുണ്ടെന്ന് കെ വിനോദ് കുമാർ. കണ്ടെത്തി തിരിച്ചയക്കേണ്ട ഉത്തരവാദിത്തം അധികൃതർക്കെന്നും വിനോദ് കുമാർ. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി, ഉമ്മൻചാണ്ടിയെ മറന്നതിൽ പ്രതിഷേധവുമായി കണ്ണൂർ DCC. 6ാം ഘട്ട കുത്തിവയ്പ്പിന് തുടക്കം, പാർശ്വഫലങ്ങളില്ലെന്ന് അധികൃതർ. കണ്ണൂർ ബേബി മെമ്മോറിയൽ റൈനോ ഓഫ് ക്രാഫ്റ്റ് ലൈവ് റൈനോ പ്ലാസ്റ്റിക് സർജിക്കൽ വർക്ക്ഷോപ്പ് വിജയകരം. ആരോഗ്യരംഗത്ത് പുത്തൻ ചുവടുവെപ്പുമായി ഷെറി ഗ്രൂപ്പ്. ഷെറി ഹെൽത്ത് കെയർ സെന്റർ ചാലാടിൽ പ്രവർത്തനം ആരംഭിച്ചു. നോക്കാം വിശദമായ വാർത്തകൾ. PK ശ്രീമതി ടീച്ചർക്ക് വിലക്കില്ലെന്ന് കെ ശൈലജ MLA. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ശൈലജ. 75 വയസ്സെന്ന പ്രായപരിധിയുടെ പേരിലാണ് PK ശ്രീമതി ടീച്ചറെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കിയത്. ഈ കാര്യം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ സെക്രട്ടറിയും പറഞ്ഞിട്ടുണ്ട് എന്നും ശൈലജ ടീച്ചർ വ്യക്തമാക്കി. മഹിളാ അസോസിയേഷൻ നേതാവെന്ന നിലയിൽ ടീച്ചർ ദേശീയ തലത്തിലാണ് പ്രവർത്തിക്കേണ്ടത്. എന്നാൽ കേരളത്തിലുള്ളപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കുന്നതിൽ വിലക്കില്ലെന്നും കെ ശൈലജ പറഞ്ഞു. അത് ശ്രീമതി ടീച്ചർ തന്നെ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ യാതൊരു വിലക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഞങ്ങളുടെ സംഘടനാ രീതി അനുസരിച്ചുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ടീച്ചറും പറഞ്ഞിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറി ഗോവിന്ദമാഷ് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇപ്പോൾ അതിർത്തിയിൽ നടന്ന അവരുടെ ആക്രമണത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് എന്നാണ് കരുതിയത്. അത് മറ്റൊന്നുമില്ല, അതിൽ യാതൊരു സംശയത്തിന് അവകാശവുമില്ല. 75 വയസ്സ് കഴിഞ്ഞവർ പാർട്ടി കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാകുന്ന ഒരു രീതി ഇപ്പോഴുണ്ട് നമ്മുടെ CPIM. അതനുസരിച്ച് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ശ്രീമതി ടീച്ചർ പ്രായപരിധി കാരണം ഒഴിവാക്കപ്പെടുന്നുണ്ട്. എന്നാൽ ശ്രീമതി ടീച്ചർ വളരെ സജീവമായിട്ട് രംഗത്ത് നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്നയാളാണ്. ടീച്ചർ മാത്രമല്ല, പ്രായപരിധി കാരണം ഒഴിവായി മാറുന്നത് പുതിയ ആളുകൾക്ക് കമ്മിറ്റിയിൽ ആളുകൾ വരാൻ വേണ്ടിയാണ്. ഈ ഒഴിവായിട്ടുള്ള സഖാക്കൾ എല്ലാവരും AK ബാലനടക്കമുള്ള ആളുകളുണ്ട്. അവരെല്ലാം വളരെ സജീവമായിട്ട് ഇപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ്. CPIM-ൽ റിട്ടയർമെൻ്റ് ഇല്ല. ചില ആളുകൾ വിചാരിക്കുന്നത് 75 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർഡായിട്ട് പോവുകയാണ്. അങ്ങനെയില്ല. പക്ഷേ പുതിയ ധാരാളം ആളുകളെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി ഞങ്ങളുടെ കമ്മിറ്റിക്ക് ഒരു നിശ്ചിത എണ്ണമുണ്ട് ഓരോ ഘടകത്തിലും. അപ്പോൾ അതിനകത്ത് പുതിയ ആളുകളെ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടിയാണ് പ്രായപരിധി വെക്കുന്നത്. എന്നാൽ പ്രായപരിധി കാരണം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായെങ്കിലും സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിവായെങ്കിലും ശ്രീമതി ടീച്ചർ ഇപ്പോഴും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ്. ആ രീതിയിൽ അവർക്ക് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ച് മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായിട്ട് ഇടപെടണം. അതുകൊണ്ട് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ശ്രീമതി ടീച്ചറെ ഒഴിവാക്കേണ്ടതില്ല. അത് കേന്ദ്ര കോട്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ടീച്ചറെ കേന്ദ്ര കമ്മിറ്റി അംഗമായി നിശ്ചയിക്കുകയാണ് ചെയ്തത്. ഈ കാര്യത്തിൽ പുറത്തുവരുന്ന മാധ്യമ വാർത്തകൾ അതിശയകരമാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ യാതൊരു വിലക്കുമില്ലെന്ന് PK ശ്രീമതി ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ഇത് നമ്മളെല്ലാവരും കേട്ടതാണെന്നും കെ ശൈലജ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. തനിക്കെതിരെയുള്ള വാർത്ത മെനഞ്ഞെടുത്തതെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു PK ശ്രീമതി. താൻ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കരുതെന്ന് ആരും പറഞ്ഞിട്ടില്ല. കേരളത്തിലുള്ളപ്പോൾ സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുമെന്നും ടീച്ചർ വ്യക്തമാക്കി. ചില മാധ്യമങ്ങൾ കൊടുത്ത വാർത്തകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരുപാട് ആളുകളെ വിളിച്ചു. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറഞ്ഞു, എല്ലാവരോടും ഫോണിലൂടെ സംസാരിക്കുന്നതിന് പകരം എനിക്ക് കാസർഗോഡ് ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയുടെ അമ്മ മരിച്ചതുകൊണ്ട് പോകേണ്ടതുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എല്ലാവരോടും സംസാരിക്കാൻ നേരമില്ല, വൈകുന്നേരം ഇവിടെ നമ്മുടെ ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, അപ്പോൾ വന്നാൽ നേരം പറയാം എന്ന് പറഞ്ഞു. തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു വാർത്ത. എങ്ങനെയാണ് മാധ്യമങ്ങൾ ഈ രൂപത്തിൽ കൊടുത്തതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ അപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ അടിസ്ഥാനരഹിതമാണെന്ന് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അത് കഴിഞ്ഞതിന് ശേഷം ജനറൽ സെക്രട്ടറിയും മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ഞാൻ ചിലതിൽ കാണുകയും ചെയ്തു. അപ്പോൾ തീർത്തും അടിസ്ഥാനരഹിതമായുള്ള ഇത്തരം ഒരു കഥ എങ്ങനെയാണ്
പത്രങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് അവരാണ്. അങ്ങനെ ഒരു ചർച്ച ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ നടന്നിട്ടുമില്ല. അത് പങ്കെടുക്കണോ പങ്കെടുക്കണ്ടയോ എന്നെല്ലാം ഒരു ചർച്ച നടന്നാലല്ലേ മനസ്സിലാവുക. ഇത് യഥാർത്ഥത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത് മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ദേശീയ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. സ്റ്റേറ്റുകളിലെല്ലാം പോകണം, പ്രവർത്തിക്കണം. മഹിളാ പ്രസ്ഥാനം കുറച്ചുകൂടി സജീവമായി കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ പ്രവർത്തനം സംഘടിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലോ ഒന്നും പങ്കെടുക്കേണ്ടതില്ല എന്നുള്ള ഒരു ചർച്ചയും ഞങ്ങളുടെ സെക്രട്ടേറിയറ്റിൽ വന്നിട്ടില്ല. മറിയം ദൗള PB അംഗമായതിനെ തുടർന്ന് ഡൽഹി കേന്ദ്രീകരിച്ചാണ് താൻ ഇനി പ്രവർത്തിക്കുക. പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലുണ്ടെങ്കിൽ അപ്പോൾ നടക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കും. അതിൽ യാതൊരു വിലക്കുമില്ല. ഈ വിഷയത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഹിളാ അസോസിയേഷന്റെ ഭാഗമായി പ്രവർത്തിക്കാനാണ് പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറിയുടെ നിർദ്ദേശം. താൻ 19-ന് നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തിരുന്നു. തന്നോട് ഈ വിഷയത്തിൽ കേരളത്തിന്റെ സമാദരണീയനായ മുഖ്യമന്ത്രിയോ മറ്റുള്ളവരോ ഒന്നും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞുവെന്ന് പ്രചരിപ്പിക്കുന്നവർ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കേണ്ടത്. തന്റെ സമൂഹ മധ്യത്തിൽ അപമാനിക്കുന്നതിനാണ് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. കഴിഞ്ഞ 25-ന് നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ താൻ പങ്കെടുത്തിട്ടില്ലെന്നും ഈ കാര്യം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ അറിയിച്ചിട്ടുണ്ടെന്നും PK ശ്രീമതി ടീച്ചർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പോലീസിൽ ജാതിബോധം ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് KK ശൈലജ MLA പറഞ്ഞു. കേരള പോലീസ് അസോസിയേഷൻ കണ്ണൂർ സിറ്റി ജില്ലാ കൺവെൻഷൻ നവനീതം ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ജാതിബോധം വളരെ ചുരുക്കം സേനയിലെ ചിലരിലെങ്കിലും നിലനിൽക്കുന്നുണ്ടെന്നും KK ശൈലജ പറഞ്ഞു. സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നവരുടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ പോലീസ് നോക്കരുത്. പോലീസിനെന്നല്ല ഇങ്ങനെ ചെയ്യാൻ താൻ ഉൾപ്പെടെയുള്ള ആർക്കും അവകാശമില്ലെന്നും KK ശൈലജ പറഞ്ഞു. പോലീസിന് വേണ്ടത് നാടിന്റെ പുരോഗമനത്തിനു വേണ്ടിയുള്ള രാഷ്ട്രീയമാണ്, അല്ലാതെ കക്ഷി രാഷ്ട്രീയമല്ല. നാടിന്റെ ഭരണനിർവഹണത്തിൽ പോലീസ് സേന സുപ്രധാന പങ്കാണ് വഹിക്കുന്നത്. രാജ്യത്ത് അസ്വസ്ഥതകൾ ഉടലെടുത്തിരിക്കുകയാണെന്ന് KK ശൈലജ പറഞ്ഞു. കാശ്മീരിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവം ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ ഒരിക്കലും ഭീകരവാദത്തോട് സന്ധിയില്ല. ഇത്തരക്കാരെ വേരോടെ പിഴുതെറിയണം. പോലീസും പട്ടാളവുമെല്ലാം അതാണ് ഉദ്ദേശിക്കുന്നത്. മതപരമായ കടുംപിടുത്തമാണ് ഭീകരവാദത്തിന് കാരണമാവുന്നത്. ഭീകരവാദികൾക്ക് മതമില്ല, മറിച്ച് അവർക്ക് താവളം കിട്ടാൻ മതത്തെ കൂട്ടുപിടിക്കുകയാണെന്നും ഒരു മതവും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും ടീച്ചർ കൂട്ടിച്ചേർത്തു. പലപ്പോഴും കടുത്ത മതപരമായിട്ടുള്ള കടുംപിടുത്തമാണ് ഭീകരവാദികളെ സഹായിക്കാൻ പ്രേരക ശക്തിയായിട്ട് മാറുന്നത്. മതപരമായ കടുംപിടുത്തം ഉണ്ടാക്കുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. എന്നാൽ മതപരമായിട്ടുള്ള സഹിഷ്ണുതയും പരസ്പര വിശ്വാസവും എല്ലാ മതത്തിൻ്റെയും പ്രസക്തി ഒന്നാണ്. ഒരു മതവും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പഠിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒരുതരം സ്വത്വബോധം മതത്തിൻ്റെ പേരിൽ സൃഷ്ടിച്ചെടുക്കുകയാണ്. അത് മനുഷ്യൻ്റെ അത്യധികമായിട്ടുള്ള വ്യക്തിത്വത്തെയും സ്വത്വത്തെയും നശിപ്പിച്ച് മതങ്ങളുടെയും ജാതികളുടെയും പിന്നിൽ അണിനിരക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹമായിട്ട് നമ്മെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ചടങ്ങിൽ കണ്ണൂർ റേഞ്ച് DIG H. യതീഷ് ചന്ദ്ര, സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് സന്ദീപ് കുമാർ VV അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ SP KV വേണുഗോപാലൻ, ASP കിരൺ PB, ACP ജോഷി ജോസ്, AV ജോൺ, ഭാരവാഹികളായ P. രമേശൻ, രാജേഷ് PV, ഷൈജു മച്ചാത്തി, പ്രജീഷ് T, OV ജനാർദ്ദനൻ, രാജി M, ബിനുമോഹൻ PA, അനീഷ് KP, പ്രിയേഷ് K, രാധാകൃഷ്ണൻ K, അനിരുദ്ധ് MV, സുധീർ ഖാൻ A, സിനീഷ് V, രാജേഷ് KV, വിപിൻ E, സുകേഷ് KC, അഖിൽ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. ലോട്ടറി ക്ഷേമനിധി ബോർഡ് പിരിച്ചുവിടണം, ലോട്ടറി ഡയറക്ടറെ പുറത്താക്കണം ആവശ്യവുമായി കണ്ണൂർ ജില്ലാ ലോട്ടറി ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ INTUC സംസ്ഥാന പ്രസിഡന്റ് തോമസ് കല്ലാടൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ നിന്നും കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തതായും ഡയറക്ടറേറ്റിൽ നിന്നും കോടികൾ തട്ടിപ്പ് നടന്നതായും വാർത്ത പുറത്തുവന്നിരുന്നു. കഴിഞ്ഞ 8 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ തട്ടിപ്പുകൾ നടന്ന കാലത്തെ ക്ഷേമനിധി ബോർഡിലുണ്ടായിരുന്ന ചെയർമാനും അംഗങ്ങളും അന്നത്തെ വെൽഫെയർ ഓഫീസർ രാജ് കപൂറും നോഡൽ ഓഫീസർ സൂപ്രണ്ട് തുടങ്ങി 7 പേർക്ക് പങ്കുണ്ട് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്നാൽ ഈ തട്ടിപ്പുകൾ മൂടിവെക്കാൻ ഇപ്പോഴത്തെ ഡയറക്ടറും ഇപ്പോഴത്തെ ബോർഡ് ഉദ്യോഗസ്ഥരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡയറക്ടറേറ്റിലും ക്ഷേമനിധി ബോർഡിലും ഉണ്ടായിരുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും മാറ്റി നിർത്തി സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാരെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണമെന്നും കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ INTUC സംസ്ഥാന പ്രസിഡന്റ് തോമസ് കല്ലാടൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു.
ജില്ലാ പ്രസിഡന്റ് പ്രേംജിത്ത് പൂച്ചാലി അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാന്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെയിംസ് അധികാരം, KNA അമീർ, M പ്രഭാകരൻ, സത്യൻ കല്ലൂർ, AT നിശാന്ത്, KV പവിത്രൻ, M പ്രഭാകരൻ, കന്നിമ്മൽ രാജൻ, നസീർ തലശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാജി മട്ടന്നൂർ സ്വാഗതവും ചന്ദ്രൻ പാപ്പിനിശ്ശേരി നന്ദിയും രേഖപ്പെടുത്തി. ഇനിയൊരു ഇടവേള. സ്ട്രോക്കിനെ ഫാസ്റ്റായി നേരിടാൻ ആസ്റ്റമിംസ് കണ്ണൂർ. ശരീരത്തിന്റെ ഒരു വശം പെട്ടെന്ന് തളർന്നു പോവുക, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, മുഖം ഒരു വശത്തേക്ക് കോടിപ്പോവുക, ബോധക്ഷയം തുടങ്ങിയവ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ്. ശ്രദ്ധിക്കുക, ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ്. സ്ട്രോക്കിന് കാരണമായ രക്തക്കെട്ടുകളെ എടുത്തുമാറ്റുന്ന സ്റ്റെൻഡിംഗ് രീതിയായ മെക്കാനിക്കൽ ട്രോംബക്ടമി പെട്ടെന്നുള്ള രോഗമുക്തിക്ക് ഫലപ്രദമായ ചികിത്സാ രീതിയാണ്. സ്ട്രോക്ക് ചികിത്സയിൽ ലോകത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ രീതികളും സമന്വയിപ്പിച്ച ഉത്തര മലബാറിലെ 24/7 സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ ആസ്റ്റമിംസ് കണ്ണൂർ. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തകളിലേക്ക്. കണ്ണൂർ പായം സ്വദേശിയായ യുവതിയുടെ ആത്മഹത്യ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പീഡനത്തെ തുടർന്നെന്ന് പരാതി. സ്ത്രീധനത്തിന്റെ പേരിലും കുഞ്ഞിന്റെ നിറം തന്നേതുപോലെയല്ല എന്ന് പറഞ്ഞുമാണ് സ്നേഹയെ ഭർത്താവ് ജിനീഷ് പീഡിപ്പിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ജിനീഷിനെ ഇരിട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. തന്റെ മരണത്തിന്റെ ഉത്തരവാദിത്തം ഭർത്താവിനും ഭർത്താവിന്റെ കുടുംബത്തിനുമാണെന്നാണ് സ്നേഹയുടെ 2 വരി ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തത്. 5 വർഷം മുമ്പായിരുന്നു സ്നേഹയും ജിനീഷും തമ്മിലുള്ള വിവാഹം. സ്നേഹയുടെ മേലുള്ള സംശയമായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രശ്നങ്ങളുടെ തുടക്കത്തിന് കാരണമായത്. കുഞ്ഞു പിറന്നതോടെ കുഞ്ഞിന്റെ നിറത്തിന്റെ പേരിലും സ്നേഹയെ ഉപദ്രവിച്ചു എന്നാണ് പരാതി. തുടർന്ന് സ്ത്രീധനമായി നൽകിയ സ്വർണം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചുവെന്നും ആരോപണമുണ്ട്. പലതവണ പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും ഒത്തുതീർപ്പാക്കപ്പെടുകയാണ് ചെയ്തത്. ഒടുവിൽ ഈ മാസം 15-ന് ഉളിക്കൽ പോലീസിലും സ്നേഹ പരാതി നൽകിയിരുന്നു. ഇത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജിനീഷ് ഫോണിൽ വിളിച്ച് സ്നേഹയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇന്നലെ വൈകിട്ട് 24-കാരിയായ സ്നേഹിയെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ലോറി ഡ്രൈവറായ ജിനീഷ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കൈതപ്രത്ത് ഓട്ടോ ഡ്രൈവർ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ ഭാര്യ അറസ്റ്റിൽ. മരിച്ച KK രാധാകൃഷ്ണന്റെ ഭാര്യ മാതമംഗലം സ്വദേശിനി മിനി നമ്പ്യാരാണ് അറസ്റ്റിലായത്. 1-ാം പ്രതി സന്തോഷുമായി ഭർത്താവ് രാധാകൃഷ്ണനെ കൊല്ലാൻ മിനി ഗൂഢാലോചന നടത്തിയെന്ന ആരോപണത്തിലാണ് കഴിഞ്ഞ ദിവസം മിനിയെ പരിയാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. മിനി BJP മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. കേസിലെ 3-ാം പ്രതിയാണ് മിനി. 2025 മാർച്ച് 20-നാണ് കൊലപാതകം നടന്നത്. കൈതപ്പുറത്ത് പണിയുന്ന വീടിനുള്ളിൽ വെച്ച് രാധാകൃഷ്ണനെ സന്തോഷ് വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അന്വേഷണത്തിൽ മിനി കൊലപാതകത്തിന് മുമ്പും ശേഷവും 1-ാം പ്രതി സന്തോഷിനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മിനി നമ്പ്യാരും സന്തോഷും നേരത്തെ സുഹൃത്തുക്കളായിരുന്നുവെന്നും മിനിയുടെ ഭർത്താവ് രാധാകൃഷ്ണനുമായി സന്തോഷിന് വ്യക്തിപരമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ തയ്യാറാക്കിയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് പ്രതികൾ രാധാകൃഷ്ണനെ കാത്തിരുന്ന് വകവരുത്തിയതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. രാധാകൃഷ്ണനെ കൊലപ്പെടുത്തുന്നതിന് മുമ്പ് സന്തോഷ് എയർഗണ്ണുമായി നിൽക്കുന്ന ചിത്രം തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്ത മിനിയെ ചോദ്യം ചെയ്യലിന് ശേഷം പയ്യന്നൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസിൽ മിനിയുടെ സുഹൃത്ത് സന്തോഷിനെയും തോക്ക് നൽകിയ സജോ ജോസഫിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കണ്ണൂർ മേലേച്ചൊവ്വ ഇറക്കത്തിൽ ചരക്ക് ലോറി കുഴിയിലേക്ക് മറിഞ്ഞ് അപകടം. ഗ്ലാസ് കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് പുലർച്ചെ മറിഞ്ഞത്. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഗ്യാസ് പൈപ്പ് ലൈനിനായി എടുത്ത കുഴിയിൽ ലോറി മറിയുകയായിരുന്നു. ഇവിടം അപകടക്കെണിയാവുമെന്ന് സിറ്റി ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. മേലേച്ചൊവ്വ ഇറക്കം പലതവണ അപകടങ്ങൾ സംഭവിച്ച സ്ഥലമാണ്. മിക്കപ്പോഴും ഭാരം കയറ്റി വരുന്ന ചരക്ക് ലോറികളാണ് അപകടത്തിൽപ്പെട്ടിരുന്നത്. വളവും ഇറക്കവും ഒരുമിച്ച് വരുന്ന ഇടമായതിനാലും രാത്രി സമയങ്ങളിൽ വേണ്ടത്ര വെളിച്ചമില്ലാത്തതും ഒരു പരിധിവരെ അപകടങ്ങൾക്ക് കാരണമാകുന്നുമുണ്ട്. ഇപ്പോൾ ഗ്യാസ് പൈപ്പ് ലൈനിനായി എടുത്ത കുഴിയാണ് ഇവിടെ വില്ലനാവുന്നത്. നിയന്ത്രണം തെറ്റുന്ന ലോറികൾ കുഴികളിലേക്കാണ് ആഴ്ന്നു പോകുന്നത്.
പുലർച്ചെ സംഭവിച്ചതും ഇതുതന്നെയാണ്. എന്നാൽ അപകടത്തിൽ ആർക്കും പരിക്ക് പറ്റിയില്ല എന്നത് ആശ്വാസവഹമാണ്. അതേസമയം ഫുട്പാത്ത് പൊട്ടിപ്പൊളിഞ്ഞ് കാൽനട യാത്രികർ ഭീഷണിയിലാണ്. വിദ്യാർത്ഥികളും നാട്ടുകാരും അടക്കം നിരവധി പേരാണ് ദിവസവും ഇതുവഴി കടന്നുപോകുന്നത്. ഗതാഗതക്കുരുക്ക് ഏറെയുള്ള സ്ഥലം കൂടിയാണിത്. വളവും ഇറക്കവുമുള്ള ഈ ദേശീയപാത വഴി നിരവധി വാഹനങ്ങളാണ് അനുദിനം കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ അപകട സാധ്യതയും ഏറെയാണ്. തൊട്ടുമുന്നിൽ റോഡ് സൈഡിലായി ഗ്യാസ് പൈപ്പ് ലൈനായി എടുത്ത കുഴി മാസങ്ങളായി നികത്താതെ കിടക്കുന്നുമുണ്ട്. ഇവിടെയാണ് ലോറി ഇന്ന് മറിഞ്ഞത്. ഈ അപകടക്കെണി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി സിറ്റി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. എന്നിരുന്നിട്ടും അധികൃതർ ആരും തിരിഞ്ഞുപോലും നോക്കിയില്ല. വലിയൊരു അപകടം സംഭവിച്ചാൽ മാത്രമേ ശാശ്വത പരിഹാരം ഉണ്ടാവൂ എന്ന് തന്നെയാണ് ഈ അപകടവളവും നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത്. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ ജില്ലയിലെ അനധികൃത പാക് പൗരന്മാരെ കണ്ടെത്തി രാജ്യത്ത് നിന്നും തിരിച്ചയക്കണമെന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ. ജില്ലയിൽ 71 പാക് പൗരന്മാർ ഉണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാക് പൗരന്മാർ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. ഇവരിൽ എത്ര പേർ അനധികൃതമായി കണ്ണൂർ ജില്ലയിൽ താമസിക്കുന്നുവെന്ന് അധികൃതർ ഉറപ്പുവരുത്തണമെന്നും അവരെ തിരിച്ചയക്കണമെന്നും വിനോദ് കുമാർ അധികൃതരോട് ആവശ്യപ്പെട്ടു. ഈ ഒരു അവസരത്തിൽ പാകിസ്ഥാനിൽ നിന്നും നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാൻകാരായിട്ടുള്ള പാകിസ്ഥാൻ പൗരന്മാരായിട്ട് പല ആളുകളും നമ്മുടെ രാജ്യത്ത് കുറേ കാലമായി ജീവിക്കുന്നുണ്ട്. ലോങ് ടേം വിസയുടെ അടിസ്ഥാനത്തിലൊക്കെ ആയിട്ട് കേരളത്തിൽ 106 പാക് പൗരന്മാർ ഉണ്ട് എന്നുള്ളതാണ് സർക്കാരിൻ്റെ കണക്ക്. അതിൽ 71 പേരും കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലുള്ള 71 പേരിൽ ഈ 71 പേരെക്കുറിച്ച് യഥാർത്ഥ ഒരു നിരീക്ഷണം, ഒരു അവലോകനം, ഒരു വിലയിരുത്തൽ ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വ്യക്തമാക്കണം. 71 പേർ കണ്ണൂർ ജില്ലയിലാണ്. ഇതിൽ മനസ്സിലാക്കിയിടത്തോളം 15 പേർ വിസ ഇല്ലാത്തവരാണ്, അനധികൃതമായി ഇവിടെ കഴിയുന്നവരാണ്. അപ്പോൾ ഈ 71 പേരിൽ 15 പേർ കഴിച്ചാൽ ബാക്കി 56 പേര് ലോങ് ടേം വിസയുള്ളവരാണ്. ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കണം, ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം. അതുപോലെ അനധികൃതമായിട്ടുള്ളവരെക്കുറിച്ചും പോലീസ് അധികൃതർ, സർക്കാർ ഒരു ശക്തമായ ഒരു അന്വേഷണം നടത്തിയിരിക്കുന്നു. തിരിച്ചയക്കുന്നതോടൊപ്പം അവർക്കെതിരെ എന്ത് അന്വേഷണമാണ് നടത്തിയതെന്നും അധികൃതർ വ്യക്തമാക്കണം. മതഭീകരവാദ ശക്തികൾക്ക് ശക്തമായ വേരോട്ടമുള്ള ജില്ലയാണ് കണ്ണൂർ. മതഭീകരവാദികളോട് കേരള സർക്കാർ എന്നും മൃദു സമീപനമാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളതെന്നും വിനോദ് കുമാർ പറഞ്ഞു. നിരോധിച്ചിട്ടും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ഇതുവരെ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടുമില്ല. മതഭീകരവാദിയായ തടിയന്തവിള നസീറിന്റെയും കൂട്ടാളികളുടെയും കേന്ദ്രമാണ് കണ്ണൂർ ജില്ല. ജമ്മു കാശ്മീർ തീവ്രവാദ പരിശീലനം നേടി ഇന്ത്യൻ മിലിറ്ററിക്കെതിരെ യുദ്ധം ചെയ്ത് മരണപ്പെട്ടത് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളവരാണെന്ന കാര്യവും പരിഗണിക്കേണ്ടതുണ്ട്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചുവെങ്കിലും കണ്ണൂർ ജില്ലയിൽ മതഭീകരവാദം പൂർണ്ണമായും നിയന്ത്രിക്കപ്പെട്ടു എന്ന് കരുതാനാവില്ല. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിലുള്ള പാക് പൗരന്മാരെ കൃത്യമായി നിരീക്ഷിക്കാൻ നടപടി ഉണ്ടാവണം. ഇതിൽ അനധികൃതമായി കണ്ണൂരിൽ താമസിക്കുന്നവരെ ഉടൻ തന്നെ കണ്ടെത്തുവാനും തിരികെ അയക്കുവാനും നടപടി സ്വീകരിക്കണം. കണ്ണൂരിലുള്ള പാക് പൗരന്മാരെ കൃത്യമായി നിരീക്ഷിക്കാൻ നടപടി സ്വീകരിക്കാനും അധികൃതർ തയ്യാറാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിലും പിണറായി സർക്കാരിന്റെ നിലപാടിനെതിരെയും പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. DCC ഓഫീസിൽ നിന്നാരംഭിച്ച പ്രതിഷേധ മാർച്ചും തുടർന്ന് കാൾടെക്സിലെ കാന്തി സർക്കിളിൽ നടന്ന പൊതുയോഗവും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയ വികസന നായകനായ ഉമ്മൻചാണ്ടിയെ അപമാനിക്കുന്ന പ്രസ്താവനകൾ ഇറക്കുന്ന പിണറായി സർക്കാരിന്റെ നിലപാടിനെതിരെയും ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിലും പ്രതിഷേധമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയ വികസന നായകൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യങ്ങൾ എന്നെഴുതിയ ബാനറുമായി DCC ഓഫീസിൽ നിന്നാരംഭിച്ച പ്രതിഷേധ മാർച്ചും തുടർന്ന് കാൾടെക്സിലെ ഗാന്ധി സർക്കിളിൽ നടന്ന പൊതുയോഗവും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ആ സമയത്ത് ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ പാർട്ടിയായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി വിഴിഞ്ഞം പദ്ധതി ആരംഭിക്കുമ്പോൾ ദേശാഭിമാനിയിൽ പിണറായി വിജയൻ എഴുതിയ ലേഖനവും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളും അവര് മറന്നാലും കേരള ജനത മറക്കില്ല എന്ന് പറഞ്ഞത് 6000 കോടി രൂപയുടെ അഴിമതിയാണ്, ഇത് നഗ്നമായ കടൽ കൊള്ളയാണ് എന്ന് പറഞ്ഞതിനെ ആക്ഷേപിക്കുകയും സമരം ചെയ്യുകയും ചെയ്ത ആളുകൾ ഗവൺമെന്റ് മാറി വന്നപ്പോൾ ആ പദ്ധതിയെ യാഥാർത്ഥ്യമാക്കിയ മുഖ്യമന്ത്രിക്കെതിരായി
രണ്ട് തരത്തിലുള്ള കേസുകളാണ് നൽകിയത്. ഒന്നാം പിണറായി സർക്കാർ ഉമ്മൻചാണ്ടിക്കും ബാബുവിനും വിഴിഞ്ഞത്തെ ഉദ്യോഗസ്ഥന്മാർക്കുമെതിരെ കേരള പോലീസിന്റെ വിജിലൻസ് എൻക്വയറി നടത്തി. പിണറായി നിയന്ത്രിക്കുന്ന വിജിലൻസ് വകുപ്പ് കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്തിയിട്ട് അഴിമതിയുടെ ഒരു തെല്ലും അവർക്ക് തെളിയിക്കാനും കണ്ടെത്താനും സാധിച്ചില്ല. അഴിമതിയില്ല എന്ന് വിജിലൻസിന്റെ റിപ്പോർട്ട് കേരളത്തിലെ സർക്കാരിനെ വൈമനസ്യത്തോടെയാണ് അംഗീകരിക്കേണ്ടതായിട്ട് വന്നു. ചടങ്ങിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ VV പുരുഷോത്തമൻ, അഡ്വക്കേറ്റ് TO മോഹനൻ, T ജയകൃഷ്ണൻ, മുഹമ്മദ് ബ്ലാത്തൂർ, രാജീവൻ എളയാവൂർ, സജീവ് മാറോളി, കൂക്കിരി രാഗേഷ്, കല്ലിക്കോടൻ രാഗേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കന്നുകാലികൾക്കുള്ള 6ാം ഘട്ട കുളമ്പ് രോഗ നിയന്ത്രണ പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് T സരള ഉദ്ഘാടനം ചെയ്തു. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പാണ്. ഇപ്പം നമ്മുടെ പശുക്കളെ ഈ അസുഖം എനിക്ക് സാംക്രമിക രോഗമാണെന്നാണ് തോന്നുന്നത് അല്ലെ, പകരുന്ന രോഗമായതുകൊണ്ട് തന്നെ ഈ കുത്തിവയ്പ്പ് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ജില്ലയിൽ ഏകദേശം പൂർണ്ണമായും തന്നെ ഈ കുത്തിവയ്പ്പ് നടത്താൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള വണ്ടിയായി ഇപ്പോൾ എന്തായാലും കർഷകരൊക്കെ ഇതുമായിട്ട് സഹകരിക്കും. കാരണം നമുക്ക് വിവിധമായ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ കുത്തിവെച്ച് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കാണിക്കണമെന്ന് പറഞ്ഞു. നല്ലൊരു പദ്ധതിയാണ്. ഇതുമായിട്ട് ജനങ്ങൾ സഹകരിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുത്തിവയ്പ്പ് ലഭിച്ചു കഴിഞ്ഞാൽ പശുക്കൾക്ക് അസുഖം വരാതിരിക്കുമല്ലോ. അസുഖം വന്ന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ള കോമ്പൻസേഷനും കൊടുക്കുമെന്നാണ് ഇവർ പറയുന്നത്, ഇവിടെ ഗവൺമെന്റ് പറയുന്നത്. ഏതായാലും നമ്മുടെ ഗവൺമെന്റ് കൃഷിക്കാരോട്, അതായത് പശുവിനെ വളർത്തുന്ന ആൾക്കാരോട് ഏറ്റവും നന്നായി നല്ല രീതിയിൽ നമുക്ക് വളരെ സൗജന്യമായിട്ടാണ് ഈ ഒരു വാക്സിൻ കിട്ടുന്നത്. അപ്പോൾ അതെല്ലാവരും പരമാവധി ഉപയോഗിക്കണം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫീൽഡിൽ ഇറങ്ങി ജോലി ചെയ്യേണ്ടവരാണ് ബാക്കിയുള്ളവരൊക്കെ. അവർ പോയിട്ട് അവരുമായിട്ട് വളരെയധികം സഹകരിക്കും. ഇപ്പോൾ എന്തായാലും ഈ പദ്ധതി വിജയകരമായി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പാല്, അതുപോലെ തന്നെ നല്ല മാംസമൊക്കെ ലഭിക്കണമെങ്കിൽ പശു ഏറ്റവും നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കണം. മെയ് 23 വരെ നടക്കുന്ന പരിപാടിയിൽ 4 മാസത്തിൽ കൂടുതൽ പ്രായമുള്ള പശുക്കൾ എരുമകൾക്ക് വാക്സിനേറ്റർമാർ വീടുകളിലെത്തി സൗജന്യ കുത്തിവയ്പ് നടത്തും. കുത്തിവയ്പ്പിന് പാർശ്വഫലങ്ങൾ ഉണ്ടാകില്ല. കുളമ്പ് രോഗ നിയന്ത്രണ പദ്ധതി സംസ്ഥാനത്ത് നിയമപ്രകാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. ലൈസൻസുകൾ, വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവ ലഭിക്കുന്നതിന് കുത്തിവയ്പ് നിർബന്ധമാണ്. പ്രതിരോധ കുത്തിവയ്പ് കൊണ്ട് അപകടങ്ങൾ സംഭവിച്ചാലുള്ള നഷ്ടപരിഹാരം സർക്കാർ നൽകും. കുത്തിവയ്ക്കാൻ അനുവദിക്കാത്ത കർഷകരുടെ വിവരങ്ങൾ മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്യും. ജില്ലാ കളക്ടറാണ് പദ്ധതിയുടെ ജില്ലാതല മോണിറ്ററിംഗ് യൂണിറ്റിന്റെ ചെയർമാൻ. 2030 മുമ്പ് ഇന്ത്യയിൽ നിന്നും കുളമ്പ് രോഗം തുടച്ചുമാറ്റി പാൽ, മാംസം എന്നിവയുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, കയറ്റുമതി ശക്തമാക്കുക, കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ ബൃഹത് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ അജിത OM അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജയശ്രീ KS പദ്ധതി വിശദീകരണം നടത്തി. ഡോക്ടർ അനിൽകുമാർ നായർ, ഡോക്ടർ സന്തോഷ് KV, ഡോക്ടർ സന്തോഷ് PT, ഡോക്ടർ സരിക P, ഡോക്ടർ ദീപ A, രമേശൻ T, നിതിന K, ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ റൈനോക്രാഫ്റ്റ് 1.0 എന്ന ലൈവ് റൈനോപ്ലാസ്റ്റി സർജിക്കൽ വർക്ക്ഷോപ്പ് വിജയകരമായി നടന്നു. മൂക്കിൻ്റെ ശസ്ത്രക്രിയയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഉത്തര മലബാറിൽ ആദ്യത്തെ ലൈവ് റൈനോപ്ലാസ്റ്റി സർജിക്കൽ വർക്ക്ഷോപ്പ് ആണ് ഇത്. BMH ക്ലസ്റ്റർ CEO നിരൂപ് മുണ്ടിയാടൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖരായ ഡോക്ടർമാർ ഈ CMEയിൽ ഫാക്കൽറ്റികളായി പങ്കെടുത്തു. 3 ലൈവ് റൈനോപ്ലാസ്റ്റി ശസ്ത്രക്രിയകൾ അവർ വിദഗ്ധമായി നിർവഹിച്ചു. ഇത് ഡോക്ടർമാർക്ക് പുതിയ അറിവുകളും സാങ്കേതിക വിദ്യകളും നേടാൻ സഹായകരമായി. ഡോക്ടർ ജാബിർ ബിൻ ഉമർ KPയുടെ ദീർഘകാല സ്വപ്നമായിരുന്നു ഈ CME. ഉത്തര മലബാർ മേഖലയിൽ റൈനോപ്ലാസ്റ്റി ശസ്ത്രക്രിയയെക്കുറിച്ച് ആദ്യമായി നടക്കുന്ന CME പ്രത്യേക വിഷയങ്ങളിൽ നൂതനമായ ശസ്ത്രക്രിയ അറിവുകൾ നൽകാനും മെഡിക്കൽ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനുമുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണ്. അതുല്യമായ പഠന പരിപാടിക്ക് ലഭിച്ച മികച്ച പ്രതികരണം റൈനോപ്ലാസ്റ്റി ശസ്ത്രക്രിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിദ്യാഭ്യാസ സംരംഭങ്ങൾക്കുള്ള ആവശ്യകതയും താൽപര്യവും വ്യക്തമാക്കുന്നുണ്ട്. So same patient in another view, the basal view, I don't know where they wanted to take the tip. It reminds me of the Burj Al Arab in Dubai. So this was his picture before the primary surgery. And this is what they gave him after surgery. He came to us, we did a revision, we deprojected the nose and the tip, and this is how he looks after surgery.
This is another patient who came to me recently. This is how he looked before surgery, and the one with glasses is how he looked after a rhinoplasty. He is depressed and is on taking antidepressants right now. ഈ സുപ്രധാന വേദി ഒരുക്കാൻ കഴിഞ്ഞതിൽ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ അഭിമാനിക്കുന്നുവെന്നും BMH ക്ലസ്റ്റർ CEO നിരൂപ് കുണ്ടയാടൻ പറഞ്ഞു. Rhinoplasty is a science and art as per my understanding. This is the first program we are actually conducting over here in Kannur, Rhinocraft, which will help you to expertise in this field. We are delighted to host this event, bringing together expertise hands, especially surgeons and speakers, advance the field of rhinoplasty. We believe this workshop will be helpful for you to understand, with focus on live surgical demonstration and experts talks. Thank you for eminent faculty in front of me, speakers and trainers for this Rhinocraft 1.0, for sharing expertise, to all of your enthusiastic participation as well. We hope you have a productive and insightful conference today. AGM മനോജ് GM, ഹോസ്പിറ്റൽ മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ നാസർ EK, സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ പത്മനാഭൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ ജാബിർ ബിൻ ഉമർ KP, സീനിയർ ഓപ്പറേഷൻസ് മാനേജർ BRP ഉണ്ണിത്താൻ എന്നിവർ സംസാരിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. വിദഗ്ധരായ ഡോക്ടർമാരെ ഉൾക്കൊള്ളിച്ച് ആരോഗ്യരംഗത്തെ പുതിയ ചുവടുവയ്പുമായി ഷെറി ഗ്രൂപ്പിന്റെ പുത്തൻ സംരംഭം ഷെറി ഹെൽത്ത് കെയർ സെന്റർ കണ്ണൂർ ചാലാട് മുസ്ലിം ജമാഅത്ത് മസ്ജിദ് സമീപം പ്രവർത്തനം തുടങ്ങി. അഴീക്കോട് ആധുനിക മെഡിക്കൽ സയൻസിൽ ചികിത്സാ രംഗത്ത് വൻ കുതിച്ചുചാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വലിയ ഹോസ്പിറ്റലുകൾക്ക് പകരം ഷെറിൻ ഹെൽത്ത് കെയർ സെന്റർ പോലുള്ള ചെറിയ ക്ലിനിക്കുകളാണ് വ്യാപകമായി കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത വളരെ എമർജൻസിയായ പേഷ്യന്റിനെ അടിയന്തര മെഡിക്കൽ സഹായം വേണ്ടി വന്നാൽ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ കഴിയും എന്നത് തന്നെയാണ്. ജീവിതശൈലി രോഗങ്ങളും വലിയ രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. അപ്പോഴും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത്തരം ക്ലിനിക്കുകൾ വളരെ ഉപകാരപ്രദമാണെന്ന് KV സുമേഷ് MLA പറഞ്ഞു. വലിയ ഹോസ്പിറ്റലുകൾ അനിവാര്യമാണ്, പക്ഷെ ആ വലിയ ഹോസ്പിറ്റലുകൾക്കൊപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ, ടൗണുകളിൽ എമർജൻസി മെഡിക്കൽ സഹായങ്ങൾ ലഭ്യമാവാൻ ഇതുപോലുള്ള മെഡിക്കൽ ഹെൽത്ത് കെയർ സെൻ്ററുകൾ എന്നത് ഇന്നത്തെ ആധുനിക ജീവിത സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ അനിവാര്യമായ ഒരു തലത്തിലേക്ക് എത്തി. ഇവിടെ ഷെറി ഹെൽത്ത് കെയർ സെൻ്റർ, ഷെറി ഗ്രൂപ്പ് അവരുടെ ഒരു പുതിയ മെഡിക്കൽ സെൻ്ററാണ്. ചാലാട് വളരെ തിരക്ക് പിടിച്ച വലിയ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചെറു പട്ടണമാണ്. ആ ചാലാട് ടൗണിൽ ഇത് ആരംഭിക്കുന്നു എന്നത് വളരെ പ്രശസ്തരായ ഡോക്ടർമാർ വേദിയിലുണ്ട്. അവരെല്ലാം ഇതുമായി സഹകരിച്ചുകൊണ്ട് അവർ ഈ മെഡിക്കൽ സെൻ്ററിൻ്റെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന നിലയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീം വർക്കാണ് ഇവിടെ നടക്കുന്നത്. തീർച്ചയായും അത് ഈ പ്രദേശത്തെ ജനങ്ങൾക്കും നാട്ടുകാർക്കും ഒക്കെ വളരെ ഉപകാരപ്രദമായിട്ട് മാറും. ഇന്ത്യയിലും സൗദി അറേബ്യയിലും 30 വർഷത്തിലേറെ സേവനമനുഷ്ഠിച്ച ഡോക്ടർ മൻസൂർ അഹമ്മദാണ് ഷെറി ഗ്രൂപ്പിന്റെ അമരക്കാരൻ. മനുഷ്യസ്നേഹിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഡോക്ടർ മൻസൂർ അഹമ്മദ് കേരള സാംസ്കാരിക അവാർഡ്, ഇന്ത്യൻ ദർശൻ നാഷണൽ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ ഈ ഡേ കെയർ സെൻ്ററിലോ ആദ്യം എവിടെ കാണിക്കുക വേണ്ടത്? ഇങ്ങനെ ചെറിയ സെൻ്ററിൽ കാണിച്ചിട്ട് നമ്മളിവിടെ നിന്ന് പരിശോധിച്ചിട്ട് അതിൻ്റെ ഇവിടുന്ന് നമുക്ക് ഡയഗ്നോസ്റ്റിക് എൻഡോസ്കോപ്പി, അതായത് രോഗം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടുള്ള എൻഡോസ്കോപ്പി ഇവിടെ ചെയ്യാൻ പറ്റും. അത് ചെറിയ ചാർജിൽ ചെയ്യാൻ പറ്റും. വലിയ ഹോസ്പിറ്റലാകുമ്പോൾ അവരുടേതായിട്ടുള്ള ചിലവൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ അവരെ കുറ്റം പറയാനില്ല, കാരണം അവരെ ഓവർ ഹെഡ്സ് കൂടുതലായിരിക്കുമല്ലോ തീർച്ചയായും. അപ്പോൾ ചാർജസ് അതിനനുസരിച്ച് ചാർജസ് കൂടും. അപ്പോൾ ചാർജസ് നമുക്ക് ഇവിടെ കുറച്ചിട്ട് രോഗം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഡയഗ്നോസ്റ്റിക് എൻഡോസ്കോപ്പി ചെയ്യാൻ പറ്റും. അതെന്ന് വെച്ചാൽ ഈ ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് ഡയഗ്നോസ്റ്റിക് എൻഡോസ്കോപ്പി വെച്ചാൽ ഒരു എൻഡോസ്കോപ്പി ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ട് കാത്, മൂക്ക്, തൊണ്ട ഇതൊക്കെ പരിശോധിക്കാൻ പറ്റും. അതിൻ്റെ പിക്ചർ എടുക്കാൻ പറ്റും. പേഷ്യൻറ്റിന് വേണമെങ്കിൽ അവരെ മൊബൈലിൽ ആ പിക്ചർ റെക്കോർഡ് ചെയ്യാം. അത് എപ്പോൾ വേണമെങ്കിലും അത് റെക്കോർഡായിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നെ മോസ്റ്റ് ഓഫ് ഇറ്റ് ഞാൻ പറഞ്ഞ പോലെ എല്ലാം 90-95% തന്നെ മരുന്നുകൊണ്ടാണ് ചികിത്സിക്കുക. ഇതൊക്കെ നോക്കിയതിൻ്റെ ശേഷം സർജറി അങ്ങനത്തെ ഒക്കെ ആവശ്യമുള്ളൂ. അതിനെന്തായാലും വലിയ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും.
ഫിസിഷ്യനും ഡയബറ്റോളജിസ്റ്റുമായ ഡോക്ടർ ദിൽജിത്ത്, പീഡിയാട്രീഷ്യൻ ആര്യാദേവി, ഓർത്തോപീഡിയ സർജൻ ഇനാസ് ഇസ്മായിൽ, ENT സ്പെഷ്യലിസ്റ്റ് നൌഷാദ് അലി, ജനറൽ പ്രാക്ടീഷണർ ഡോക്ടർ അഞ്ജലി, ഫിസിയോളജിസ്റ്റ് ഷഹന റഷീദിന്റെയും സേവനങ്ങളും എല്ലാ ദിവസങ്ങളും ഷെറി ഹെൽത്ത് കെയർ സെന്ററിൽ ലഭ്യമാകും. ഇത് ഷെറി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംരംഭമാണ്. ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ മൻസൂർ അഹമ്മദ് ചപ്പനാണ്. അപ്പോൾ സാറ് ഗൾഫ് മേഖലകളിൽ എത്രയോ വർഷം 30 വർഷത്തിലധികമായിട്ട് ഡോക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ അവിടെയുള്ള വിവിധ ചാരിറ്റി മേഖലകളിലും കൂടി സാറ് എല്ലാ വിധത്തിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവാർഡ് വിന്നറാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ സാറിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടിൽ സ്വന്തം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രയും ഒരു ഫീസിബിളായ ഒരു എമൗണ്ടിൽ എത്രയും പെട്ടെന്ന് ചികിത്സാ സഹായം ലഭ്യമാക്കും. അത് ചാലാട് പോലെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയിൽ ചിലപ്പോൾ രാത്രിയെല്ലാം പെട്ടെന്ന് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ നമ്മളെല്ലാം ഹോസ്പിറ്റലിലൊക്കെ. അപ്പോൾ എല്ലാം അതായത് ഇവിടെ വരുന്ന ഡോക്ടേഴ്സ് വെറുതെ വരുന്ന ഒരു ഡോക്ടർ അങ്ങനെ ആ ഒരു രീതിയിലല്ല. എല്ലാത്തിൻ്റെയും MD, എല്ലാത്തിൻ്റെയും സ്പെഷ്യലിസ്റ്റ്, കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള, അതുപോലെ തന്നെ ജിൽജിത്ത് സാറ് എല്ലാം നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഡോക്ടേഴ്സിനെ വെച്ചുകൊണ്ട് തന്നെ ചെയ്യണമെന്ന് സാറിന് ഭയങ്കര നിർബന്ധമായിരുന്നു. സാറും ഇനി സാറിൻ്റെ സർവീസ് അവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ സാറ് വന്നിട്ട് നാട്ടിൽ ജനങ്ങളെ സേവിക്കാനാണ് സാർ ആഗ്രഹിക്കുന്നത്. ഇതോടൊപ്പം ചാരിറ്റി ഒന്നിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാർ ആഗ്രഹിക്കുന്നുണ്ട്. ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് വിചാരിക്കുന്നത് ഇപ്പോൾ പഠിക്കാൻ പറ്റാത്ത കുട്ടികളെ പഠിപ്പിക്കുക, പിന്നെ അതേപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ഹെൽപ്പുകൾ ചെയ്യുക. പിന്നെ പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്, മരണപ്പെട്ടാലെല്ലാം ബോഡി ഒന്നും ഏറ്റെടുക്കാൻ ആളില്ലാതെ പല സ്ഥലങ്ങളിലും കിടക്കുന്നതും ആക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളത് സഹായം എത്തിച്ചിട്ട് അതിൻ്റെ സംസ്കാരത്തിന് വേണ്ടുന്ന ചടങ്ങുകളൊക്കെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ തുറകളിൽ സാറ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഷെറി ഗ്രൂപ്പിൻ്റെ വിവിധ മെഡിക്കൽ ഷോപ്പ്, പിന്നെ ബുക്സ് ആൻഡ് സ്റ്റേഷനറി, അതേപോലെ ആയുർവേദ മെഡിക്കൽ സെൻറ്റർ, പിന്നെ ഇപ്പം ഈ മെഡിക്കൽ ക്ലിനിക്ക് ഫസ്റ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കുറേ സംരംഭങ്ങളുണ്ട്. ഇതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ചാരിറ്റി പ്രവർത്തനം കൂടി മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് സാറിൻ്റെ മെയിനായ എയിം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മെയ് 7 മുതൽ സൗജന്യ പരിശോധനയും മരുന്നുകൾക്ക് 15% ഡിസ്കൗണ്ടും ലാബ് ടെസ്റ്റുകൾക്ക് 30% ഡിസ്കൗണ്ടും ഉണ്ടായിരിക്കുന്നതാണ്. ഡോക്ടർ ബാബു രവീന്ദ്രൻ, DCC ജനറൽ സെക്രട്ടറി CV സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാവുന്നു. നമസ്കാരം.